ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ പാഠത്തിന്റെ മലയാളം സംഗ്രഹമൊക്കെ കേട്ട് കഴിഞ്ഞു അല്ലെ. അങ്ങനെ നമ്മൾ രണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആൻഡ് ഇതിൽ നമ്മുടെ ടെക്സ്റ്റില് ഫസ്റ്റ് തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. 2 മാർക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ വിച്ച് കളക്ഷൻസ് ആസ് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡഡ്? ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഏത് സമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓൺ ലൈഫ്, സീക്രട്സ് ആൻഡ് സൈലൻസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിലാണ് എന്താ പറയാ, നമ്മൾ ആൻസർ മാത്രം എഴുതാതെ ഇതിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 1 or 2 സെന്റൻസിൽ അത് അങ്ങോട്ട് എഴുതിയാൽ മതി. എന്തായാലും 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് കോളേജ് ഡിഡ് ആൻഡ്രിയൻ റിച്ച് ഡെലിവർ ദ സ്പീച്ച് എൻടൈറ്റിൽഡ് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ? ഏത് കോളേജിലാണ് ആൻഡ്രിയൻ റിച്ച് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന പ്രസംഗം നടത്തിയത്? ആൻസർ ഡഗ്ലസ് കോളേജ്, ന്യൂജേഴ്സി, USA. തേർഡ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഓഥർ ഓഫ് ജെയിൻ എയർ? ജെയിൻ എയറിന്റെ ഗ്രന്ഥകർത്താവ് ആരായിരുന്നു? ആൻസർ ചാർലറ്റ് ബ്രോണ്ടെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. Who stated that women's apprehension is quicker than that of men, but their defect lies for the most part in the logical faculty and in the higher mental activities? ആരാണ് ഇപ്രകാരം പറഞ്ഞത്? സ്ത്രീകൾക്ക് കാര്യങ്ങൾ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ മനസ്സിലാകും, പക്ഷേ അവരുടെ കുറവ് ലോജിക്കൽ ഫാക്കൽറ്റിയിലും മനസ്സിന്റെ ഉന്നത തലത്തിലുള്ള പ്രവർത്തനങ്ങളിലും ആണ്. ആൻസർ എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലെ 2 or 3 സെന്റൻസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. How did Adrian Rich plan to separate her remarks into 2 parts? തന്റെ പ്രസംഗം 2 ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് എഡ്രിയൻ റിച്ച് വിഭജിച്ചത്? Adrian Rich planned to separate her remarks into 2 parts by speaking some thoughts about the women students in the Douglas College and some thoughts about the teachers in a women's college. പ്രസംഗത്തിൽ ചില ചിന്തകൾ ഡഗ്ലസ് കോളേജിലെ വിദ്യാർത്ഥികളെ പറ്റിയും രണ്ടാം ഭാഗം സ്ത്രീകളുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ പറ്റിയുള്ള ചിന്തകളും ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. മെൻഷൻ വൺ ഓഫ് ദ ഡിവസ്റ്റേറ്റിംഗ് വീക്ക്നെസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ലേണിംഗ് അക്കോർഡിംഗ് ടു റിച്ച്. റിച്ചിന്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സിറ്റി പഠനത്തിൽ കാണുന്ന ഒരു വലിയ കുറവ് എന്താണ്? ആൻസർ one of the devastating weakness of university learning according to Rich has been its almost total erasure of women's experience and thought from the curriculum and its exclusion of women as members of the academic community. പാഠ്യപദ്ധതിയിൽ സ്ത്രീകളുടെ അനുഭവങ്ങളും ചിന്തകളും ഉൾപ്പെടുത്താത്തതും അക്കാദമിക് സമൂഹത്തിൽ സ്ത്രീകളെ അംഗങ്ങൾ ആക്കാത്തതും ആണ്. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. What is the difference between to claim an education and to receive an education? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസം അവകാശപ്പെടുകയും അത് ലഭിക്കുകയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ to claim means to take as the rightful honor, to assert in the face of possible contradiction. To receive means to come into possession of, to act as a receptacle or container for, to accept as authoritative or true. The difference is that between acting and being acted upon. For women, it can literally mean the difference between life and death. അവകാശപ്പെടുക എന്നതിന്റെ അർത്ഥം ഒരു കാര്യം സ്വന്തം ആണെന്നുള്ള ബോധ്യമാണ്. മറ്റാർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ ലഭിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും കയ്യിൽ വന്നു ചേരുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുന്ന ഒരു പാത്രമാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആധികാരികമാണെന്നോ സത്യമാണെന്നോ സമ്മതിക്കുക മുതലായവയാണ്. ഇതിലെ വ്യത്യാസം ഒന്നിൽ കർത്താവാകുകയും മറ്റൊന്നിൽ കർമ്മമാകുകയും ചെയ്യുകയാണ്. സ്ത്രീകൾക്ക് ഈ വ്യത്യാസം ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസം പോലെയാകാം.
Okay, fourth question. Why did women students and teachers demand for the introduction of women studies courses? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥിനികളും അധ്യാപികകളും വിമൻ സ്റ്റഡീസ് കോഴ്സസ് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്? Answer. Women students and teachers demanded the introduction of women studies courses to claim women-directed education, despite accusations like unscholarly, group therapy, sadism, etc. And despite backlash and budget cuts, women's studies are growing, giving women a fresh vision on many things. അവർക്ക് സ്ത്രീകൾ നയിക്കുന്ന വിദ്യാഭ്യാസം വേണമായിരുന്നു. പലപ്പോഴും അത്തരം വിദ്യാഭ്യാസത്തെ അൺസ്കോളർലി, ഗ്രൂപ്പ് തെറാപ്പി, സാഡിസം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ചാർത്തി മറ്റുള്ളവർ പരിഹസിക്കുമായിരുന്നു. ഇതിനും പുറമെ വേറെ പല തിരിച്ചടികളും ബഡ്ജറ്റിന്റെ കുറവും ഇത്തരം കോഴ്സുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ പ്രതിസന്ധികളുടെ ഇടയിലും ഇത്തരം കോഴ്സുകൾ വളരുകയും സ്ത്രീകൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്തു. Fifth question. How does Adrienne Rich define taking responsibility towards yourself from the feminist perspective? സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് നോക്കിയാൽ എങ്ങനെയാണ് അഡ്രിയാൻ റിച്ച് നിങ്ങളോടുള്ള ചുമതല നിങ്ങൾ ഏറ്റെടുക്കുക എന്നത് നിർവചിക്കുന്നത്? Answer. She defines taking responsibility towards yourself from the feminist perspective by saying that women are often told that this should come second to their relationships and responsibilities to other people. They are given ethical models of self-denying wife and mother, intellectual model who never commit themselves to anything fully, or the intelligent woman who denies her intelligence in order to seem more feminine, or who sits in passive silence even when she disagrees inwardly with everything that is being said around her. സമൂഹം സ്ത്രീകളെ പഠിപ്പിക്കുന്നത് ആദ്യം മറ്റുള്ളവരോടുള്ള അവരുടെ ബന്ധങ്ങളും ചുമതലകളും നിർവഹിക്കാനാണ്. തന്നോട് തന്നെയുള്ള ചുമതലകൾക്ക് രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നത്. സമൂഹം ഇങ്ങനെ ചെയ്യുന്നത് സ്ത്രീകൾക്ക് പലവിധ മാതൃകകൾ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. സന്മാർഗിക മാതൃകകളായി ത്യാഗം സഹിക്കുന്ന ഭാര്യമാരും അമ്മമാരും, ഭൗതിക മാതൃകകളായി ഒന്നിനോടും കൃത്യമായ പ്രതിബദ്ധതയില്ലാത്ത ചിലരും, കൂടുതൽ സ്ത്രീത്വം പ്രദർശിപ്പിക്കാനായി തന്റെ ഉള്ള ബുദ്ധി ഇല്ലെന്ന് നടിക്കുന്ന മാതൃകകളും, അല്ലെങ്കിൽ തനിക്ക് ചുറ്റും തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ എല്ലാം കേട്ട് ഒന്നും പ്രതികരിക്കാതിരിക്കുന്നവരുടെ മാതൃകകളുമാണ്. Sixth question. How did Elizabeth Barrett Browning express her impatience with studies? എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എങ്ങനെയാണ് പഠനത്തോടുള്ള തന്റെ അസഹിഷ്ണുത കാണിച്ചത്? Elizabeth Barrett Browning expressed her impatience with studies by writing against the passive recipiency in the mind. She said that women want to be made to think actively. Their apprehension is quicker than that of men, but their defect lies for the most part in the logical faculty and in the higher mental activities. അവർ മനസ്സിന്റെ പാസീവ് റെസിപ്പിയൻസിക്കെതിരായി എഴുതി. അവർ പറഞ്ഞു, സ്ത്രീകളെ കൂടുതൽ നന്നായി ചിന്തിക്കാൻ പഠിപ്പിക്കണം. പുരുഷന്മാരെക്കാൾ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. പക്ഷേ അവരുടെ കുറവ് ലോജിക്കൽ ഫാക്കൽറ്റിയിലും മനസ്സിന്റെ ഉയർന്ന തരം പ്രവൃത്തികളിലുമാണ്. Seventh question. What according to Rich is the courage to be different? റിച്ചിന്റെ അഭിപ്രായത്തിൽ വ്യത്യസ്തരാകാനുള്ള ധൈര്യം എന്താണ്? Answer. Courage to be different consists in not to be continuously available to others when women need time for themselves and their work. Women should demand from parents, friends, roommates, teachers, lovers, husbands, and children to respect their sense of purpose and their integrity as persons. Once women begin to feel committed to their lives, responsible to themselves, they can never again be satisfied with the old passive way. തങ്ങൾക്ക് തന്നെ സമയം വേണ്ടപ്പോഴും തങ്ങളുടെ ജോലി ചെയ്തു തീർക്കേണ്ടപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അത് മാറ്റിവെക്കാതിരിക്കുകയാണ് ഈ ധൈര്യം. തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, കാമുകന്മാരിൽ നിന്നും, ഭർത്താക്കന്മാരിൽ നിന്നും, കുട്ടികളിൽ നിന്നും തങ്ങളുടെ ലക്ഷ്യബോധത്തെയും വ്യക്തികൾ എന്ന നിലയിൽ തങ്ങളുടെ സത്യസന്ധതയെയും പറ്റിയുള്ള ബഹുമാനം കിട്ടാൻ അവർ ധൈര്യപ്പെടണം. അവർ ആവശ്യപ്പെടണം.
സ്ത്രീകൾ ഒരിക്കൽ തങ്ങളുടെ ജീവിതത്തോട് പ്രതിബദ്ധത കാട്ടുകയും തങ്ങളോട് തന്നെ ചുമതലാബോധം ഉള്ളവരായിരിക്കുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും അവർ ആ പഴയ സിസ്റ്റം, ആ മനോഭാവം വെച്ചു പുലർത്തുകയില്ല. 8th question. What according to Rich is the second part of the contract? റിച്ചിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഉടമ്പടിയുടെ രണ്ടാം ഭാഗം? Answer. The second part of the contract is that in a women's college, the students have the right to expect their faculty to take them seriously. The education of women has been a debate over centuries. Old and negative attitudes about women's role, doubts about women's ability to think and take leadership, etc. are still present in the society. Many male professors still feel that teaching in a women's college is a second-rate career. These situations should change. സ്ത്രീകളുടെ ഒരു കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് അധ്യാപകർ അവരെ ഗൗരവമായിട്ട് എടുക്കണം എന്ന് അവകാശപ്പെടാം. സ്ത്രീ വിദ്യാഭ്യാസം ശതാബ്ദങ്ങളായി ഒരു തർക്കവിഷയമാണ്. സ്ത്രീകളുടെ പങ്കിനെ പറ്റിയും അവരുടെ കഴിവുകളെ പറ്റിയും അവരുടെ ചിന്താശക്തിയെ പറ്റിയും അവർക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ഒക്കെ പല പഴയ തെറ്റായ ചിന്താഗതികളും ഇന്ന് സമൂഹത്തിൽ നിലവിലുണ്ട്. പല അധ്യാപകർക്കും സ്ത്രീകളുടെ കോളേജിൽ പഠിപ്പിക്കുക എന്നത് രണ്ടാം തരം ജോലിയായിട്ടാണ് തോന്നുന്നത്. ഇത്തരം ചിന്താഗതികൾ മാറണം. 9th question. What are the necessary ingredients of intellectual freedom? ബൗദ്ധിക സ്വാതന്ത്ര്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാണ്? The necessary ingredients of intellectual freedom are the ability to criticize the anti-woman attitudes found in the text, clear thinking, active discussion and excellent writing. ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന സ്ത്രീവിരുദ്ധ ചിന്താഗതികളെ വിമർശിക്കുക, വ്യക്തമായ ചിന്തകൾ, നല്ല സംവാദങ്ങൾ, മേന്മയുള്ള എഴുത്ത് മുതലായവയാണ് ആ ചേരുവകൾ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 10th question. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. ആൻഡ് BA BSc മലയാളം ചാപ്റ്റേഴ്സും കൂടി നമുക്ക് എക്സാം ആവുമ്പോഴേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് 10th question നോക്കാം. വാട്ട് ഡസ് ആൻജിയൻ റിച്ച് മീൻ ബൈ സ്റ്റുഡൻസ് ഡിമാൻഡ് ടു ബി ടേക്കൺ സീരിയസ്ലി? ഗൗരവമായി അവരെ എടുക്കണം എന്ന വിദ്യാർത്ഥിനികളുടെ ആവശ്യം എന്നാൽ എന്താണ് റിച്ച് അർത്ഥമാക്കുന്നത്? It means the female students are not often taken seriously even by their teachers for the society. Education of women has been a debate over centuries. Old and negative attitudes about women's role, doubts about women's abilities to think and take leadership, etc. are still present in the society. This kind of thinking should change, and women should be considered as important as men in all factors of life. അവരുടെ അധ്യാപകന്മാരും സമൂഹവും വിദ്യാർത്ഥികളെ പലപ്പോഴും ഗൗരവമായി എടുക്കാറില്ല. സ്ത്രീകളുടെ പങ്കിനെ പറ്റിയും ചിന്തിക്കാനുള്ള അവരുടെ കഴിവിനെ പറ്റിയും നേതൃസ്ഥാനത്തേക്ക് അവർ ഉയരാനുള്ള സാധ്യതകളെ പറ്റിയും ഇന്നും പഴയ തെറ്റായ ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വക ചിന്തകൾ മാറണം. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ പ്രാധാന്യം ഉണ്ട് എന്ന നിലവരണം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗുഡ് ബൈ ഫോർ ടുഡേ. താങ്ക് യു.